ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിനൊടുവിൽ എന്ത് ചെയ്തു, സമ്മർദ്ദത്തിനൊടുവിലാണ് അനങ്ങിയത്, അല്ലാതെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. സമ്മർദ്ദത്തിനൊടുവിൽ ഒരു സംഘത്തെ നിയോഗിക്കുന്നു. അതായത് മുഖ്യമന്ത്രി തന്നെ അതിൽ ഇനിഷ്യേറ്റീവ് എടുത്തു. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണം. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അവസാനം നമ്മൾ സാധാരണ നാട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ, ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകാത്തതാണോ, അതോ നിങ്ങൾ ആരെങ്കിലും പേടിക്കുകയാണോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ളൊരു ഇനിഷ്യേറ്റീവ് ഈ കാര്യത്തിൽ വരും അല്ലെങ്കിൽ വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. മാത്രമല്ല, സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അത്ര നന്നായില്ല എന്ന ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു മന്ത്രി പറഞ്ഞ പരാമർശം ശരിയായില്ല എന്ന്. മുഖ്യമന്ത്രി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഇനി മുഖ്യമന്ത്രി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുമധ്യത്തിൽ. രഞ്ജിത്തിന് രാജിയില്ലാതെ എന്ത് ചെയ്യാനാണ്? കാരണം അത്രയും വ്യക്തമായി ആ നടി വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് രഞ്ജിത്ത് നിഷേധിച്ചതിന് ശേഷവും അവർ പറഞ്ഞു, ഇന്നതാണ്, എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപമര്യാദയായി പെരുമാറി, എൻ്റെ കൺസെന്റ് ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അത്രയുമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്നെ റേപ്പ് ചെയ്തു എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. അതൊരു റേപ്പ് കേസുമല്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലേക്ക് അവരെ കാസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ വിളിച്ചു വരുത്തി. അവർ കഥ കേട്ടു, കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലായി. അതിനുശേഷം സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ ഇവരുടെ കയ്യിൽ സ്പർശിച്ചു, കഴുത്തിൽ സ്പർശിച്ചു, തലമുടിയിൽ സ്പർശിച്ചു. ഈ 3 സ്പർശനവും ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്ന് ആ സ്ത്രീക്ക് അന്നും തോന്നി. 15 വർഷത്തിനിപ്പുറം ഇപ്പോഴും അവർക്കത് തോന്നുന്നു. ഇനിയൊരു 15 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് അവർ പറഞ്ഞത്, ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്നും ഞാൻ ഇത് തന്നെ പറയും. അതുകൊണ്ട് തന്നെ അവർ വളരെ ബോൾഡായിട്ടാണ് അവരുടെ എന്താണ് അനുഭവം ഉണ്ടായത് എന്നത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് മുഖ്യമന്ത്രിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സ്ത്രീപക്ഷ നവകേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാന നടിമാരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞു പോയ ഒരു സദസ്സാണ് സ്ത്രീപക്ഷ നവകേരളം. വിവിധ മേഖലകളിലെ സ്ത്രീകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് കൊച്ചിയിലെ പരിപാടി എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലായിരുന്നു നടന്നത്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ. അതിൽ ഈ നായിക നടി ഐശ്വര്യലക്ഷ്മി അടക്കമുള്ളവർ പങ്കെടുത്തതാണ്. അവരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞത് സിനിമയുടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് കൂടുതൽ കടന്നു വരാനുള്ള അങ്ങനെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അങ്ങനെയുള്ള തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നാണ്. ഇപ്പോഴുള്ള ആളുകൾക്ക് തന്നെ, എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വൃത്തിയായി പണിയെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന കമ്മിറ്റി റിപ്പോർട്ട് അവിടെ അലമാരയിൽ ഇരിക്കുമ്പോഴാണ് വന്ന് ഈ സ്ത്രീപക്ഷ നവകേരളം നടത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഐറണി. അങ്ങനെ ചെയ്തിട്ടാണ് പിന്നീട് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു. എന്തായാലും പൂച്ച പുറത്ത് ചാടി. അപ്പോൾ പുറത്ത് ചാടിയ പൂച്ചയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടും കഴിഞ്ഞു. അതിനുശേഷവും വീണ്ടും ഇങ്ങനെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ വീണ്ടും ഒരു അന്വേഷണത്തിനായി ഒരു ടീമിനെ വെക്കുന്നതിന് പകരം എന്ത് ചെയ്തു? പരാതി വരട്ടെ എന്ന സ്റ്റാൻഡ് തന്നെയാണ് ഇന്ന് ഈ നിമിഷം വരെയും ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിന്മേൽ സർക്കാരിനുള്ളത്, മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. പരാതി വരട്ടെ എന്നത് തന്നെയാണ്. അത് കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട് റിപ്പോർട്ട്. സെപ്റ്റംബർ 10-ാം തീയതി ഈ കേസ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പോൾ പറയാൻ പോകുന്നത് എന്താണോ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, കോടതി പറയുന്നതിന് വിധേയമായി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ഒരു മോഡുലേഷനിൽ അക്കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി. ശരിയാണ്, മുഖ്യമന്ത്രിയും അതേ നിലപാടിൽ തന്നെയായിരിക്കും, സർക്കാരും അതേ നിലപാടിൽ തന്നെയായിരിക്കും. പക്ഷേ അത് കോടതി പറയേണ്ടിയിരുന്നോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയല്ലേ. കാരണം ഈ കമ്മിറ്റിയെ വെച്ചതാരാണ്? ഇടത് സർക്കാരാണ്. 1ാം പിണറായി സർക്കാരാണ് കമ്മിറ്റിയെ വെച്ചത് എന്തിനാണ്? പഠിക്കാൻ. അവരുടെ തന്നെ ഭാഷയാണല്ലോ പഠിക്കാൻ, സ്റ്റഡി. ആ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യം എന്താണ്, ആ പാഠം എന്താണെന്നൊന്ന് വായിച്ചു നോക്കണ്ടേ? പാഠം അടച്ചു വെക്കാനല്ലല്ലോ. ഇതിപ്പോൾ ആ വർഷം, ഇതിപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലാണ് ചേരുന്നത് എന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം വാങ്ങിയിട്ട് +2 കഴിഞ്ഞിട്ട് അത് വായിച്ചാൽ മതിയോ? ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. +2 കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നപ്പോൾ വാങ്ങിച്ച പാഠപുസ്തകമാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചേരാൻ നേരം എടുത്ത് നോക്കിയാൽ മതിയോ? അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും? 8ാം ക്ലാസ്സിലെ പാഠമാണോ +2-ൽ പഠിക്കുന്നത്? അത്രയും വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയും പല സിനിമകളിൽ അഭിനയിക്കുകയും ആ സിനിമകളിൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണല്ലോ 2018 തന്നെ വന്ന ഈ പരാതി താരസംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ടും അത് ഒതുക്കി തീർക്കപ്പെട്ടു എന്ന് ദിവ്യ ഗോപിനാഥ് നടി ഇന്നും വന്ന് പറയുന്നത്. അന്ന് ആ ചിത്രത്തിൽ അഭിനയിച്ച ആഭാസം, സിനിമയുടെ പേര് പോലെ തന്നെ അതിൽ അങ്ങനെ തന്നെ ആ അർത്ഥം തന്നെ വരുന്ന നടപടിയാണ് അലൻസിയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവർക്ക് അതിൽ കൃത്യമായി പരാതി കൊടുക്കാൻ കഴിഞ്ഞോ? അവരവിടെ ഒരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആവണമായിരുന്നോ?
2019 ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അതിൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതികളൊന്നും പിന്നീട് വരേണ്ടാത്ത അല്ലെങ്കിൽ പരാതികൾ ഉയരാത്ത ഒരു നല്ല സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമായിരുന്നല്ലോ. അതിനൊന്നും നിന്നില്ല എന്ന് മാത്രമല്ല, 4.5 കൊല്ലത്തിന് ശേഷം ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RTA അനുസരിച്ചും ഒക്കെ പലതരത്തിലുള്ള പോരാട്ടത്തിലൂടെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ ഭാഗികമായുള്ള ഒരു വെളിച്ചം കാണലാണ് സംഭവിച്ചത്. അതിൽ ഒതുക്കേണ്ട ഭാഗങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കണം, ഇരയുടെ ഒപ്പം വേട്ടക്കാരൻ്റെയും സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് എല്ലാം മറച്ചുവെച്ചു. നോക്കൂ, 49 മുതൽ 53 വരെയുള്ള പേജുകൾ എവിടെ പോയി? ചോദ്യം ചോദിച്ചിട്ട് 2 ദിവസമായി, അനക്കമില്ല. 11 ഖണ്ഡികകളാണ് പൂഴ്ത്തിയിരിക്കുന്നത്, അനക്കമില്ല. പ്രമുഖ നടന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷമുള്ള പാരഗ്രാഫിൽ എന്തായിരിക്കുമെന്നുള്ളത് ഊഹിക്കാനായിട്ട് PhD ഒന്നും ആവശ്യമില്ല, സാമാന്യ ബുദ്ധിമതി. ആ 11 ഖണ്ഡികകൾ ആർക്കു വേണ്ടിയാണ് ഒളിപ്പിച്ചത്? ആ ഖണ്ഡികകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നില്ലല്ലോ. എന്തായാലും നമ്മൾ ഈ കളവുകൾ, അതുപോലെ തന്നെ കൊലപാതകം, ഇതൊക്കെ അന്വേഷിക്കാൻ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാറുണ്ട്, എവിടെയെങ്കിലും ഒരു സാധനം വീണ് കിടക്കും, ഒരു തെളിവായി. അങ്ങനെയാണ് ഒഴിവാക്കാൻ പറഞ്ഞ 96ാമത്തെ ഖണ്ഡിക അതിൽ ഒഴിവാക്കാതെ പോയത്. അതുകൊണ്ട് എന്താ, 96-ന് ശേഷം ഒഴിവാക്കിയ 97 മുതൽ 108 വരെയുള്ള ഖണ്ഡികകളിൽ എന്തായിരിക്കും എന്നുള്ളത് അതിന് മുന്നിലും പിന്നിലുമുള്ള ഖണ്ഡികകൾ വായിച്ച് ആ റിപ്പോർട്ട് വായിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നെല്ലും പതിരും അതിൽ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പൂഴ്ത്തി വെച്ചിരിക്കുന്നതിൽ എന്താണുള്ളത് എന്നത് ആ റിപ്പോർട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ്. ഇനിയിപ്പോൾ 2018 നടന്ന മീ ടു ക്യാമ്പയിനിലേക്ക് പോകാം. ആ മീ ടു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ദിവ്യയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 6 വർഷം കഴിഞ്ഞല്ലോ. അതിനിടയിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് ഒളിച്ചിരുന്ന 4.5 വർഷക്കാലവും പെടുന്നത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കാലയളവിൽ, ആ മൗനം സർക്കാർ തുടർന്ന കാലയളവിൽ ദിവ്യയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ദിവ്യയ്ക്ക് പടമില്ല, അലൻസിയറിന് പടമുണ്ട്. അതാണ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഇഷ്യൂവായി ഈ പരാതിപ്പെടാൻ പോയ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോയ വിക്ടിംസായ സ്ത്രീകളൊക്കെ പറയുന്നതാണ്, നിങ്ങളൊരു കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, വാതിലിൽ മുട്ടുന്നതിനെക്കുറിച്ചൊക്കെ അന്നത്തെ ഈ മീ ടു ക്യാമ്പയിനിൽ തന്നെ ദിവ്യ പറഞ്ഞതാണ്. അതിപ്പോൾ പരസ്യമായതുകൊണ്ട് അത് നമുക്ക് പറയാതിരിക്കേണ്ട കാര്യവുമില്ല. പരസ്യമായ രഹസ്യമാണ്. ദിവ്യ ഇന്നും സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ വാതിലിൽ തട്ടുന്നു, സെറ്റിൽ വെച്ച് തന്നെ പോഷാണ്, സിനിമ സെറ്റിൽ വെച്ചാണ്, ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പോഷ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഹേമ കമ്മിറ്റിയിലും ഇവർ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ച് മുറിയിൽ കയറി ചെന്നു, മദ്യപാനത്തെക്കുറിച്ച് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. വർക്ക് പ്ലേസിൽ വെച്ചിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. അവർ വിശ്രമിക്കുകയായിരുന്ന മുറിയിലേക്ക് അവരുടെ അനുമതിയില്ലാതെ മുട്ടി ആദ്യം ബഹളം വെച്ചു. മാത്രമല്ല മദ്യപിച്ച് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു, അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇന്നും അയാൾക്ക് എന്ത് സംഭവിച്ചു? അയാൾക്കൊന്നും സംഭവിച്ചില്ല. അയാൾ മലയാള സിനിമയിൽ സജീവമാണ്. ഇവരോ WCC കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ സിനിമകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ അവർ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. മുഴുനീള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടിയാണല്ലോ, ടാലൻറ്റ് പ്രൂവ് ചെയ്ത നടിയാണല്ലോ. പിന്നീട് അവർക്ക് സംഭവിച്ചത് ഈ മാറ്റി നിർത്തലാണ്. ആ മാറ്റി നിർത്തൽ സംഭവിക്കുമെന്നുള്ള പേടി മൂലമാണ് പലരും തങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അതിൽ ഖേദിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളും ഒരു വിഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്നത്, ചലച്ചിത്ര മേഖലയിൽ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പോൾ അത് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇല്ലേ എന്ന് പൊതുവൽക്കരിക്കുമ്പോൾ മറ്റു മേഖലകളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. മറ്റൊരിടത്തും ഇതുപോലെയുള്ള ഒരു എൻട്രിക്ക് വേണ്ടി ഒരു സെക്ഷൽ ഡിമാൻഡ് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സായി മാറുന്നില്ല. ഇവിടെ സെക്ഷൽ ഡിമാൻഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇൻ്റർവ്യൂ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഷം കിട്ടൂ എന്ന് എൻട്രി ആയി വരുന്ന അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടുവരുന്ന പെൺകുട്ടികൾ മുതലുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതലുണ്ട്. അവരെ എല്ലാവരെയും ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സംവിധാനം മാറണം സാർ. അതാണ് മാറേണ്ടത്. അല്ലാതെ മറ്റിടങ്ങളിൽ നിങ്ങളുടെയൊക്കെ തൊഴിൽ സ്ഥലങ്ങളിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഏത് തൊഴിൽ സ്ഥലത്തായാലും എവിടെയായാലും സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ്. പോഷ് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് സെറ്റുകളിലേതുപോലെ തന്നെ മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആ നിയമങ്ങൾക്ക് മുകളിലാണ്, നിയമങ്ങൾക്ക് അതീതനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടി വരും. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊഴി നൽകി കഴിഞ്ഞാൽ തുടരന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഈ പരാതിയിൽ ഇനി നമ്മൾ പരാതിയിലല്ല, ഈ 7 അംഗ സംഘത്തിന്റെ പരിശോധനയിൽ ഇനി അറിയേണ്ടത്. പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്ന മുൻ നിലപാടാണ് നമ്മൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന വേളയിൽ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് FIS ആണ്. അതങ്ങനെ തന്നെ പരിഗണിക്കാൻ കഴിയും. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയും അടക്കം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ശ്രീലേഖ മിത്ര ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അവർക്കൊരു മാപ്പ് മതിയായിരുന്നു. അവർക്ക് ഈ പരാതിയും കേസും അങ്ങനെയൊന്നും താല്പര്യമുള്ള ഒരാളായി എനിക്ക് തോന്നിയില്ല. അവർക്ക് ഒരു മാപ്പ് മതിയായിരുന്നു. പക്ഷേ ഒരു മാപ്പും പറയാതെ രഞ്ജിത്ത് പറയുന്നത് ഇതിന് പിന്നിൽ
ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇന്നും പറയുന്ന നിലപാട്. അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും രഞ്ജിത്ത് പറയുന്നത് ഈ സ്ത്രീയെ അവിശ്വസിക്കുന്ന, ഇവർ നുണ പറയുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനോട് അവർക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഇതുവരെ പരാതിക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർ ചിലപ്പോൾ അതിനുള്ള ആർജവം കാണിച്ചെന്ന് വരും. അവരോട് പോലീസ് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെന്താണോ പറയാനുള്ളത് അത് പറയും. അവിടെ സെക്ഷൽ ഹരാസ്മെന്റ് അല്ല നടന്നത്, എൻ്റെ അനുമതിയില്ലാതെ സ്പർശിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലാരിറ്റിയോടെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അത് ഒരിടത്തും അവർ മാറ്റി പറയുന്നില്ല. ഞാൻ അവർ പലയിടങ്ങളിൽ സംസാരിച്ചത് എടുത്തു നോക്കി. എല്ലായിടത്തും അവർക്ക് പറയാനുള്ളത് ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ല, ഒരു പൊടിപ്പും തൊങ്ങലുമില്ല. അവർ കൃത്യമായുള്ള കാര്യങ്ങൾ പറയുന്നു. ഇവിടെ മാത്രമല്ല, മറ്റിടങ്ങളിലും എനിക്കിങ്ങനെയുള്ള അനുഭവം നേരിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന സ്ത്രീകളുമുണ്ട്. അവരെയാണ് ഇവരൊക്കെ ഭയക്കേണ്ടത് എന്നുള്ളതാണ്. ഈ സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സിദ്ദിഖിനെ കുറിച്ച് രേവതി സമ്പത്ത് പറയുമ്പോൾ രേവതി സമ്പത്തിന്റെ പശ്ചാത്തലം എന്താണ്, രേവതി സമ്പത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചർച്ചയാക്കുകയാണ്. ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നില്ലേ എന്ന പൊതുവൽക്കരണം പോലെ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം ചെയ്യുകയിൽ അതും സംഭവിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നല്ല ആളാണോ മോശം ആളാണോ എന്നന്വേഷിക്കും. ഞാൻ ചോദിക്കുന്നത്, അവർ നല്ലയാളോ മോശമാളോ എന്തുമായിക്കോട്ടെ, അവർക്ക് നേരെ ഒരു ഹരാസ്മെന്റ് ആക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അവരുടെ പരാതി എന്താണ്? അവരെ സെക്ഷലി ഹരാസ് ചെയ്തു, അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണമെങ്കിൽ അതൊരു റേപ്പ് കേസാണ് എന്ന് അവർ പരാതിപ്പെടുകയാണെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം നടക്കണം. അതിന് മുൻപ് അവരെന്തായിരുന്നു, അതിനുശേഷം അവരെന്തായിരുന്നു എന്നതിനേക്കാളും ആ പരാതിയുടെ മെറിറ്റാണ് പരിശോധിക്കപ്പെടേണ്ടത്. ആ പരാതിയുടെ മെറിറ്റ് പരിശോധിക്കുന്നതിന് പകരം ഇങ്ങനെ പൊതുവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് ആ അറ്റൻഷൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നോക്കൂ, മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള മാസ്കറ്റ് ഹോട്ടൽ, ആ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം നടന്നു എന്നുള്ള വെളിപ്പെടുത്തലുണ്ട്. ഇവർ മുൻപ് പരാതി നൽകാൻ ശ്രമിച്ചു, അന്ന് നടന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഗുരുതരമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രൂപീകരിച്ച ഈ പ്രത്യേക സംഘത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. 7 അംഗ സംഘത്തിൽ 4 വനിതാ പോലീസ് ഓഫീസർമാരുണ്ട്. എല്ലാവരും അവരുടെ കഴിവ് തെളിയിച്ച പ്രൂവനായിട്ടുള്ള ഓഫീസേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ 7 അംഗ സംഘം അന്വേഷിക്കുമ്പോൾ ഇവരുടെ പരാതിക്ക് വെയിറ്റേജ് കൂടുതലാണ്. ശ്രീലേഖ മിത്ര പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പരാതിയല്ല അവർ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ സെക്ഷൽ ഹരാസ്മെന്റ് ആണ് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. മാത്രമല്ല അതിൽ അവർക്ക് തെളിവുകളടക്കം അവരുടെ കയ്യിലുണ്ട്. പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ രേവതി സമ്പത്ത് അക്കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളെ, അതിപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ചില സ്ത്രീകളിൽ സോണിയ മൽഹാറൊക്കെ ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞാൻ അയാൾക്ക് മാപ്പ് നൽകിയെന്നാണ്, എന്നോട് ക്ഷമ പറഞ്ഞു, കുടുംബമായി ജീവിക്കുന്ന ആളായതുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് സോണിയ മൽഹാർ പറഞ്ഞത്. അവർക്ക് ഒരു പരാതി എന്നതിനേക്കാൾ അവർക്ക് നേരിട്ട് ഒരു അനുഭവം തുറന്നു പറയുകയാണ് ചെയ്തത്. അവർ പരാതിയുമായി പോകുമോ എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, പരാതി നൽകാൻ താല്പര്യമുണ്ടോ, ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു മൊഴിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. ഈ രേവതിയുടേത് മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ അവർ ഒരു പരാതി കൊടുക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി. പക്ഷേ അവരും പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കണം, എനിക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടണം എന്നൊക്കെ കണ്ടീഷണലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇവരെയൊക്കെ സമീപിച്ചാലും ഇവരൊക്കെ ഈ കേസുമായി അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇതിന് പിന്നാലെ നടന്നതും കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിർത്തുന്നതാണ് സംഭവിക്കുന്നത്. ഇക്കാര്യത്തിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഉന്നതരായ ആളുകൾക്ക് എതിരെയാണ് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തടയിടാനുള്ള, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൊന്നും പോയി നിങ്ങൾ വെളിപ്പെടുത്തൽ നടത്തേണ്ട, പോലീസ് സംഘത്തെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തടയിടലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. കാരണം കൂടുതൽ പേരും നോക്കൂ, ഇപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർ അറിയും? കാരണം ഇങ്ങനെയുള്ള കേസുകളാകുമ്പോഴേക്കും അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. മാത്രമല്ല പേരടക്കം പുറത്തു വരാതെയുള്ള അന്വേഷണമായിരിക്കും. ഈ ഇരകൾക്ക് പേര് പുറത്തു വരുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പടവെട്ടിൽ ഒക്കെയുള്ള സംവിധായകനെതിരെ പറഞ്ഞ കുട്ടിയൊക്കെ എൻ്റെ പേര് പുറത്തു വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മുഖം കാണിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഇതിന് നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു ടൂളാക്കിക്കൊണ്ട് ഉള്ള ചില നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം മാധ്യമങ്ങളിൽ പോയി വെളിപ്പെടുത്തുന്നതിന് പകരം ഇതിലേക്ക് എത്തുക, എത്രയും പെട്ടെന്ന് എത്തുക. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ പോയി നോക്കൂ, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമത്തിൽ പോയി കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തുന്നു, ഏതായാലും ഒരു സ്ഥലത്തായിരിക്കുമല്ലോ ആദ്യം പറയുന്നത്, എന്നിട്ട് അടുത്ത മാധ്യമം എത്തുമ്പോഴേക്കും ആ അഭിമുഖം കണ്ടയാളായിരിക്കുമല്ലോ മറ്റൊരു ചാനലിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയും. അങ്ങനെ ഒരു നമ്മുടെ 7-8 ചാനലുകളുണ്ട്, 10 ചാനലുകളുണ്ടല്ലേ നമുക്ക്, ന്യൂസ് ചാനൽസ് മലയാളത്തിൽ 10 ചാനലുകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും അതിലൊരു 7 ഇടങ്ങളിലെങ്കിലും ഒരേ ആൾ തന്നെ പോയി പറയും. അത്രയും ഓഡിയൻസിലേക്ക് എത്തും. അവിടെയാണ് ടൊവിനോ തോമസ് പറഞ്ഞ ഈ TRP ബാധകമാകുന്നത്. TRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ആളുകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അത്രയും കാഴ്ചക്കാരിലേക്ക് ഈ വ്യക്തിയുടെ അനുഭവം എത്തുകയാണ്. ഏതെങ്കിലും ഒരു
ചാനലിൽ നിന്നായി ഈ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയുടെ അനുഭവം നാട്ടുകാർ മുഴുവൻ കാണും. അതായത് ഈ കുറ്റം ചെയ്ത, ക്രൈം ചെയ്ത വേട്ടക്കാരന് നാണക്കേടുണ്ടാകും. ആ നാണക്കേടിന് മുൻപ് തന്നെ പരാതികളിലേക്ക് പോവുകയാണെങ്കിൽ, അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘം ഇതെല്ലാം അന്വേഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ ശക്തി കുറയും. ഉണ്ണിസാർ, അല്ലെങ്കിൽ നോക്കിക്കോ, ഇന്നലെയും ഇന്നുമായി കണ്ടതുപോലെ ആയിരിക്കില്ല അടുത്ത ദിവസം മുതൽ. കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയും എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ, അത്രയും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 19-ാം തീയതി പുറത്തു വന്നു. സർക്കാരിന്റെ പക്കലായിരുന്നു, സാംസ്കാരിക വകുപ്പിന്റെ പക്കലായിരുന്നു. മന്ത്രി വിളിച്ചു വരുത്തിയെന്നാണല്ലോ പറഞ്ഞത്. വൈകിയപ്പോൾ, വിവരാവകാശ പ്രകാരം തരുന്നത് വൈകിയപ്പോൾ പറഞ്ഞത് മന്ത്രി വിളിച്ചു വരുത്തി, മന്ത്രിസഭ പരിശോധിച്ചു. അപ്പോഴെല്ലാവരും പരിശോധിച്ച ഒരു റിപ്പോർട്ടാണല്ലോ. അതിന്മേൽ ഇതുപോലെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നെങ്കിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ. ഇത് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ആക്ട് മാത്രമാണ്. അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇത് സമ്മർദ്ദം എന്ന് പറയുന്നത് പൊതുജനത്തിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്, മാധ്യമങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്. Meet the editors.